തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലെ സ്വകാര്യ ബസ്സുകൾ നാളെ മുതൽ അനിശ്ചിതകാലത്തേക്ക് സർവീസ് നിർത്തിവെക്കുമെന്ന് ബസ് ഉടമസ്ഥ തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ നിലവിൽ പൂച്ചിനിപ്പാടം മുതൽ ഊരകം വരെയും ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് മുതൽ ഠാണ വരെയും കോൺക്രീറ്റിംഗ് നടന്നുവരികയാണ്. ഇവിടുത്തെ പണി പൂർത്തിയാക്കാതെയാണ് വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് ജംഗ്ഷൻ മുതൽ കോണത്തുകുന്ന് വരെയുള്ള റോഡ് ബ്ലോക്ക് ചെയ്ത് കോൺക്രീറ്റിംഗ് പണികൾ ആരംഭിച്ചത്. ബസ് ഉടമകളുമായി ചർച്ച പോലും നടത്താതെ KSDPയുടെ അനുമതി വാങ്ങിയാണ് പണി ആരംഭിച്ചത്. ഇതുമൂലം ബസ്സുകൾക്ക് സമയത്തിന് ഓടിയെത്താൻ സാധിക്കാത്തതിനെ തുടർന്നാണ് സർവീസ് നിർത്തിവെക്കാൻ തങ്ങൾ നിർബന്ധിതരായിരിക്കുന്നതെന്നാണ് ബസ് ഉടമസ്ഥ തൊഴിലാളി സംയുക്ത കോർഡിനേഷൻ ഭാരവാഹികൾ അറിയിച്ചത്. എതിർദിശയിൽ നിന്ന് ഓട്ടോറിക്ഷ വന്നാൽ പോലും കടന്നുപോകാൻ പറ്റാത്ത വഴിയിലൂടെയാണ് ബസ് തിരിച്ചുവിടുന്നത്. 40 കിലോമീറ്റർ ദൂരം വരുന്ന തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ 135 സ്വകാര്യ ബസ്സുകളാണ് സർവീസ് നടത്തുന്നത്. RTO അനുവദിച്ചു നൽകിയ സമയപരിധിയേക്കാൾ 15 മിനിറ്റിൽ കൂടുതൽ വൈകിയാണ് ഇപ്പോൾ തന്നെ സർവീസ് നടത്തുന്നത്. ഇത് നിയമലംഘനമാണ്. ഇക്കാരണത്താൽ സർവീസ് നിർത്തിവെക്കുകയാണെന്നും കളക്ടറുടെ നേതൃത്വത്തിലെടുത്ത തീരുമാനത്തിന് വിരുദ്ധമായാണ് ഇപ്പോൾ പണികൾ നടക്കുന്നതെന്നും തങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടാൽ ഉടൻ തന്നെ സർവീസ് പുനരാരംഭിക്കുമെന്നും ഇവർ അറിയിച്ചു. ബസ് ഉടമ കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ MS പ്രേംകുമാർ, BMS പ്രതിനിധി AC കൃഷ്ണൻ, CITU പ്രതിനിധി KV ഹരിദാസ് തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ കൂർക്കഞ്ചേരി മുതൽ റോഡ് കോൺക്രീറ്റ് ചെയ്യുന്ന പണി തുടങ്ങിയിട്ട് 3 വർഷം കഴിഞ്ഞു. ഇപ്പോൾ തൃശൂർ ഇരിങ്ങാലക്കുട റൂട്ടിൽ പൂച്ചിണിപ്പാടം മുതൽ ഊരകം വരെ റോഡ് കോൺക്രീറ്റ് ചെയ്യുന്ന പണി കഴിഞ്ഞ 2 മാസമായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ സ്വകാര്യ ബസ്സുകളെല്ലാം ഡൈവേർഷൻ നടത്തിയാണ് ഈ 2 മാസക്കാലം ബസ് സർവീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ തന്നെ ക്രൈസ്റ്റ് കോളേജ് ജംഗ്ഷൻ മുതൽ ഇരിങ്ങാലക്കുട ഠാണ വരെയുള്ള റോഡ് കോൺക്രീറ്റിൻ്റെ പണി വീണ്ടും തുടങ്ങി. ഈ 2 ഡൈവർഷൻ നടത്തി തൃശൂർ കൊടുങ്ങല്ലൂർ ഇരിങ്ങാലക്കുട റൂട്ടിലെ ബസ്സുകൾ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് യാതൊരുവിധ ചർച്ചയും നടത്താതെ KSTPയുടെ പെർമിഷൻ വാങ്ങി കമ്പനി വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് ജംഗ്ഷൻ റോഡ് ബ്ലോക്ക് ചെയ്ത് 3.5 കിലോമീറ്ററോളം ബസ്സുകൾ ഡൈവേർട്ട് ചെയ്ത് സർവീസ് നടത്തേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ വന്നുവിട്ടിരിക്കുകയാണ്. അപ്പോൾ സമയത്തിന് ബസ്സുകൾക്ക് നൽകിയിട്ടുള്ള ടൈം ഷെഡ്യൂൾ അനുസരിച്ച് ബസ് സർവീസ് ഇപ്പോൾ സർവീസ് നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ ഇപ്പോൾ സംജാതമായിട്ടുള്ളത്. ഇതിൽ പ്രതിഷേധിച്ച് നാളെ മുതൽ ബസ് ഉടമസ്ഥ തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി യോഗം ഇന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് സംഘടനയിൽ വച്ച് യോഗം ചേർന്ന് ഐക്യകണ്ഠേന തീരുമാനിച്ചിട്ടുള്ള കാര്യം എല്ലാവരെയും അറിയിച്ചുകൊള്ളുന്നു. ഇത് പണിമുടക്കോ സമരമൊന്നുമല്ല. RTO അലോട്ട് ചെയ്ത സമയത്ത് നിയമാനുസൃത സർവീസ് നടത്തിയില്ലെങ്കിൽ ഒരപകടമോ അപകട മരണമോ ഉണ്ടായാൽ സെക്ഷൻ 304 കേസെടുക്കുന്ന ഒരു സാഹചര്യമാണ്. ഡ്രൈവർ 10 കൊല്ലം ജയിലിൽ പോയി കിടക്കേണ്ട ഒരു സാഹചര്യം. ഈ ഒരു പ്രത്യേക സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് അടിയന്തരമായി ജില്ലാ കലക്ടർ ഇടപെട്ടുകൊണ്ട് അവിടെ നിയമാനുസൃതം തൊഴിലാളികൾക്ക് സർവീസ് നടത്താൻ ആവശ്യമായ സൗകര്യമുണ്ടാക്കണം, ചർച്ച ചെയ്ത് തീരുമാനിക്കണം. ട്രേഡ് യൂണിയൻ സംഘടനകൾക്ക് എന്തെങ്കിലും പറയാനുണ്ടാവും, ബസ് ഉടമസ്ഥ സംഘടനകൾക്ക് എന്തെങ്കിലും പറയാം. അതെല്ലാം കൂടി സംയോജിപ്പിച്ചുകൊണ്ട് സുഗമമായി കോൺക്രീറ്റ് റോഡിൻ്റെ പണി പൂർത്തീകരിക്കാനുള്ള എല്ലാ സഹായവും ട്രേഡ് യൂണിയനുകളുടെ ഭാഗത്തുനിന്നുണ്ടാവും.